ബ്രെഡ് ഉണ്ടായിട്ട് പോലും ഇതുവരെ ചെയ്ത് നോക്കിയില്ല എന്ന് പറഞ്ഞാൽ വലിയ നഷ്ടമാണ് കേട്ടോ. കാരണം അത്രയേറെ ടേസ്റ്റുള്ള, അതിനേക്കാൾ ഉപരി വീട്ടിലുള്ള ചേരുവകൾ കൊണ്ട് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഈവനിങ് സ്നാക്സ്, ബ്രെഡ് കൊണ്ടുള്ള ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായി ആദ്യം ഒരു മിക്സിംഗ് ബൗളിലേക്ക് 250 ml കപ്പിൽ 1/4 കപ്പ് മൈദ ഇട്ട് കൊടുക്കുക. ഇനി ഇതോടൊപ്പം തന്നെ 4 ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടി, കൂടാതെ 1/2 ടേബിൾ സ്പൂൺ എള്ള്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണിൽ താഴെ ഉപ്പ്, 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാര. നിങ്ങൾക്ക് എത്രത്തോളം മധുരം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. കുറച്ചധികം മധുരം വേണമെന്നുണ്ടെങ്കിൽ 3-3.5 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അങ്ങനെ ഈ പഞ്ചസാര ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി ഒടുവിലായിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഈസ്റ്റ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ആവശ്യാനുസരണം വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഈ മാവുണ്ടല്ലോ അത് ഏകദേശം ഒരു ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിൽ കലക്കിയെടുക്കാം. ഇവിടെ നമ്മൾ 1 കപ്പ് വെള്ളമാണ് ഈ ബാറ്റർ തയ്യാറാക്കി എടുക്കാനായിട്ട് ഒഴിച്ചു കൊടുത്തിരുന്നത്. അത് എപ്പോഴും കറക്റ്റായി കിട്ടണമെന്നില്ല, കാരണം നമ്മൾ എടുക്കുന്ന അരിമാവിൻ്റെയൊക്കെ വ്യത്യാസത്തിൽ, ഇപ്പോൾ നമ്മളിവിടെ വറുത്ത അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ ആ അരിപ്പൊടിയുടെയൊക്കെ വ്യത്യാസത്തിനനുസരിച്ച് ഈ ചേർത്ത് കൊടുക്കുന്ന വെള്ളത്തിൻ്റെ അളവിൽ മാറ്റം വരാം. അങ്ങനെ ബാറ്റർ ഈ പറഞ്ഞതുപോലെ ഒരു ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിൽ കലക്കി എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഇനി പാത്രം അടച്ചു വെച്ച് നമുക്കിതൊരു 10 മിനിറ്റോളം റെസ്റ്റിന് വയ്ക്കാം. ഈ സമയത്തിലേക്ക് ആവശ്യമായ ബ്രെഡ് സ്ലൈസ് ഉണ്ടല്ലോ അത് നമുക്കൊന്ന് മുരിച്ചെടുക്കണം. അതിനായിട്ട് നമ്മളിവിടെ ഒരു 6 ബ്രെഡ് സ്ലൈസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് മുരിച്ചെടുക്കാനായിട്ട് ആദ്യം പാനിൽ ഒരല്പം എണ്ണയോ നെയ്യോ ബ്രഷ് ചെയ്ത് കൊടുക്കുക. ശേഷം ഇതിലേക്ക് ബ്രെഡ് സ്ലൈസ് വെച്ച് കൊടുത്തിട്ട് ഈ ബ്രെഡ് സ്ലൈസിന് മീതെയായും ഈ പറഞ്ഞ എണ്ണയോ നെയ്യോ ഇവയിൽ ഏതെങ്കിലും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഈ ബ്രെഡ് സ്ലൈസിൻ്റെ ഒരു വശം മൂത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ചിട്ട് മറുവശവും കൂടി മൂപ്പിച്ചെടുക്കുക കേട്ടോ. അങ്ങനെ ഇവിടെ നമ്മൾ ഈ എടുത്തു വെച്ചിരുന്ന 6 ബ്രെഡ് സ്ലൈസും ഇതുപോലെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മുരിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ഈ കാണുന്നത് പോലെ ട്രയാങ്കിൾ ഷേപ്പിലാണ് നമ്മൾ ഈ ബ്രെഡ് സ്ലൈസ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതായത് ഒരു ബ്രെഡിനെ 2ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ചെയ്യേണ്ടത്, നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിരുന്ന ബാറ്റർ ഉണ്ടല്ലോ അത് ഒരിക്കൽ കൂടി ഒന്ന് കലക്കി നോക്കുക. അപ്പോൾ തീരെ കട്ടിയല്ല എന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് പിന്നീട് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഒരു പക്ഷേ കട്ടി കൂടുതലാണെങ്കിൽ നേരത്തെ പറഞ്ഞിരുന്നതുപോലെ ഒരല്പം വെള്ളവും കൂടി ചേർത്ത് കറക്റ്റ് ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിൽ കലക്കിയെടുക്കുക. അങ്ങനെ ബാറ്റർ കറക്റ്റ് പരുവമാണെങ്കിൽ പിന്നെ നമുക്ക് ഈ ബ്രെഡ് സ്ലൈസ് മാവിൽ മുക്കി വളരെ പെട്ടെന്ന് തന്നെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. കാരണം അറിയാമല്ലോ, മാവിൽ വെള്ളം ബ്രെഡ് വലിച്ചെടുക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ബ്രെഡ് വളരെ പെട്ടെന്ന് കുതിർന്നിട്ട് ഈ മാവിൽ നിന്ന് എടുക്കുന്ന സമയത്ത് തന്നെ അടർന്നു വീഴാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വെള്ളം വലിച്ചെടുക്കുന്നതിന് മുൻപ് തന്നെ നമുക്ക് ഈ ബ്രെഡ് മാവിൽ മുക്കി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം. നല്ല ചൂടായ എണ്ണയിലേക്ക് വേണം ഇട്ട് കൊടുക്കാൻ. അതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പുറം ഭാഗത്തും ഈ കാണുന്നത് പോലെ കുറേശ്ശെ എണ്ണ കോരി ഒഴിച്ചു കൊടുക്കുക. ഇതിൻ്റെ ഒരു വശം അത്യാവശ്യം നന്നായിട്ട് തന്നെ മൂത്ത് ചുവന്ന് വരുമ്പോഴേക്കും തിരിച്ചിട്ട് മറുവശം മൂപ്പിക്കുക. ഇങ്ങനെ 1-2 തവണകളിലായി തിരിച്ചും മറിച്ചും ഇട്ട് വേണം നമുക്കിത് മൂപ്പിച്ചെടുക്കാൻ. അതായത് ഏകദേശം ഒന്ന് ചുവന്ന് വരണം, അതുവരെ വേണം മൂപ്പിക്കാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈവനിങ് സ്നാക്സ് റെഡിയായി. അപ്പോൾ ബ്രെഡ് ആയതുകൊണ്ട് തന്നെ എണ്ണ കുടിക്കുമെന്ന ഡൗട്ട് ഉണ്ടെങ്കിൽ അത് വേണ്ട, ഇതധികം എണ്ണയൊന്നും കുടിച്ചിട്ടില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള, എന്തിനേറെ നമ്മൾ പഴംപൊരിയൊക്കെ കഴിക്കുന്നതിനേക്കാൾ ഇരട്ടി ടേസ്റ്റുള്ള ഒരു സ്നാക്സാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അതുപോലെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കുക. നന്ദി, നമസ്കാരം.